ഈ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് മരിച്ച സംഭവത്തിൽ ആ ഒരു നടുക്കത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ റെയിൽവേയുടെ വാദം തള്ളുകയാണ് ശ്രീജിത്തിന്റെ കുടുംബം. റെയിൽവേ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നില്ല. മുളങ്കുന്നത്തുകാവിലേക്ക് ആംബുലൻസ് എത്താൻ 10 മിനിറ്റ് പോലും വേണ്ട. ശ്രീജിത്തിന്റെ ഗുരുതരാവസ്ഥ അവരെല്ലാവരോടും പറഞ്ഞതാണെന്നും സഹോദരൻ ശ്രീജിഷ് പറയുന്നു. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. നമ്മ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആംബുലൻസ് ഒക്കെ റെഡിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. തൃശ്ശൂർ റെഡി ആയിരുന്നു, എല്ലാ സജ്ജീകരണം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അരമണിക്കൂർ സമയം ടീരെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് വേണം? 10 മിനിറ്റ് എടുക്കുന്നതിന് പകരം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അവരത് നല്ല രീതിയിൽ ഈ ആംബുലൻസും കാര്യങ്ങളോ ഒരു ഇതൊന്നും തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായില്ല. ഈ മുളകുന്നത്തുകാവിലെ സ്റ്റേഷൻ മാസ്റ്റർ ആൾക്കൊരു നല്ല രീതിയിൽ ഇടപെട്ടെങ്കിൽ അവർക്ക് അവിടെ അറേഞ്ച് ചെയ്യായിരുന്നു. അവന് നീതി കിട്ടണം. കൂടുതൽ വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഈ ഒരു അതിദാരുണമായ ഒരു സംഭവമായിരുന്നു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത് ഇത് കൃത്യമായിട്ടും 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു സ്ഥലത്തേക്ക് ആംബുലൻസ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ റെയിൽവേ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുവെങ്കിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും, അതായത് നമ്മൾ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുമായി സംസാരിക്കുകയും ചെയ്തു. ശ്രീജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ റെയിൽവേ TT ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് നേരെ മുളങ്ങുന്നക്കാവിലേക്ക് എത്തിയാൽ അവിടെ ആംബുലൻസും സ്ട്രക്ചറും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ റെഡിയാണ്. ഈ ട്രെയിനിൽ നിന്ന് നേരെ ഇറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തൊട്ടടുത്ത് തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉള്ളത്. അങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ഒരു ഉറപ്പാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. പക്ഷേ ഈ ട്രെയിൻ അവിടെ ഇറങ്ങിയതിന് ശേഷം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് ആംബുലൻസോ സ്ട്രക്ചറോ ഒന്നും തന്നെയില്ല. മാത്രമല്ല അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ യാത്രക്കാർ തന്നെ താങ്ങിയെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. ഈ ട്രെയിനിനകത്ത് ഉണ്ടായിരുന്നവർ എല്ലാവരും തന്നെ CPR, അതായത് അതിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ CPR നൽകിയാണ് ആ ജീവൻ നിലനിർത്തിയിരുന്നത്. ഡോക്ടറാണ് പറഞ്ഞത് തൃശ്ശൂർ വരെ എത്തിയാൽ ഒരുപക്ഷെ ആരോഗ്യനില തീരെ വഷളാവും, ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം എന്നുള്ള അത്രത്തോളം ക്രിട്ടിക്കലായിരുന്നു ഈ ശ്രീജിത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ആ ഡോക്ടർ തന്നെ ഈ ആൾക്കാരോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ റെയിൽവേ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് തങ്ങളുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കൃത്യമായി സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കാനായുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. ആംബുലൻസ് എത്താനുള്ള ഒരു കാലതാമസം അത് തങ്ങളുടെ കുറ്റമല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതേസമയം തന്നെ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്താനായി ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിർത്തിയില്ല. മാത്രമല്ല മുളങ്ങുന്നത്തുകാവിലാണ് പിന്നീട് നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സജ്ജീകരണങ്ങളൊന്നും തന്നെ നേരത്തെ ഒരുക്കിയതുമില്ല. അരമണിക്കൂറോളം നേരം ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത് ഈ ശ്രീജിത്ത് അതീവ ഗുരുതരാവസ്ഥയിൽ. മാത്രമല്ല ആ ഒരു സമയത്തൊന്നും തന്നെ ഈ റെയിൽവേ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ നടന്നില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ ഒരു ആരോപണം. അതിൽ കൃത്യമായ അന്വേഷണം വേണം.